സെമിയോട്ടിക്കായുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ ഇരിങ്ങാലക്കുട, പുതുക്കാട്. ആദ്യമായി തന്നെ നമുക്ക് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. ഇരിങ്ങാലക്കുടയിലെ LDF സ്ഥാനാർത്ഥി ആർ ബിന്ദു, UDF സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയടൻ, NDA സ്ഥാനാർത്ഥി സന്തോഷ് സി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു തിരിഞ്ഞോട്ടത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. അന്ന് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ഡോക്ടർ ആർ ബിന്ദു 40.1% വോട്ട് വിഹിതം നേടി വിജയിച്ച മണ്ഡലമാണ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളെ ഇരിങ്ങാലക്കുടയിലെ സമ്മതിദായകർ എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിനും യുവജന പിന്തുണയിലും UDF ആണ് 1ാം സ്ഥാനത്ത്, LDF 2ാം സ്ഥാനത്തും. വോട്ടർമാരിലെ വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും LDF ആണ് 1ാം സ്ഥാനത്ത്, UDF 2ാം സ്ഥാനത്തും. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF-ന് 1ാം സ്ഥാനം, LDF-ന് 2ാം സ്ഥാനം. ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും സെമിയോട്ടിക്ക AI അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് സമഗ്രമായി അപഗ്രഥിച്ചിരിക്കുകയാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ആര് ഇരിങ്ങാലക്കുട മണ്ഡലം ജയിക്കും എന്ന് നമുക്ക് നോക്കാം. ഇരിങ്ങാലക്കുടയിൽ UDF സ്ഥാനാർത്ഥിക്ക് നേരിയ ഭൂരിപക്ഷമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. 38.27% വോട്ട് വിഹിതം അദ്ദേഹം നേടുമെന്ന് സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിക്ക് 37%, NDA സ്ഥാനാർത്ഥിക്ക് 24.62% വോട്ട് വിഹിതമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് പുതുക്കാട് മണ്ഡലത്തിലേക്ക് പോകാം. LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്, NDA സ്ഥാനാർത്ഥി A നാഗേഷ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ്. അന്ന് അദ്ദേഹം 47% വോട്ട് വിഹിതം ഇവിടെ നേടുകയുണ്ടായി. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളെ പുതുക്കാട്ടിലെ സമ്മതിദായകർ എങ്ങനെ ഓരോ മുന്നണിയെയും വിലയിരുത്തുന്നുവെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, ഈ 4 ഘടകങ്ങളിലും LDF ആണ് 1ാം സ്ഥാനത്ത്, UDF ഈ 4 ഘടകങ്ങളിലും 2ാം സ്ഥാനത്താണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാം സ്ഥാനത്താണ്, LDF 2ാം സ്ഥാനത്തും. സെമിയോട്ടിക്ക AI നമുക്ക് വേണ്ടി പ്രവചിക്കുകയാണ്. നമുക്ക് നോക്കാം പുതുക്കാട് മണ്ഡലം ആര് ജയിക്കും. പുതുക്കാട്ടില് LDF-ന് ഒരു നേരിയ ഭൂരിപക്ഷമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. ഏകദേശം 39.52% വോട്ട് വിഹിതം. 2ാം സ്ഥാനത്തുള്ള UDF-ന് 35.68% വോട്ട് വിഹിതമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. NDA-ക്ക് ഏകദേശം 25% വോട്ട് വിഹിതവും. ഇതുവരെ സെമിയോട്ടിക്ക നമുക്കായി നടത്തിയിരിക്കുന്ന പ്രവചനങ്ങളെയെല്ലാം ചേർത്തിണക്കി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതി. കാസർഗോഡ് UDF-ന് ഏകദേശം 2 മുതൽ 3 സീറ്റ് ലഭിക്കുമെന്നാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. LDF-ന് 1 മുതൽ 2 സീറ്റ്, NDA-ക്ക് 1 സീറ്റ് ലഭിക്കുവാനാണ് സാധ്യത. കണ്ണൂര് UDF 3 മുതൽ 4 സീറ്റ്, LDF-ന് 7 മുതൽ 8 സീറ്റ്, NDA-ക്ക് അവിടെ സീറ്റൊന്നും സെമിയോട്ടിക്ക പ്രവചിക്കുന്നില്ല. കോഴിക്കോട് 10 മുതൽ 11 സീറ്റ് UDF-ന്, LDF-ന് 2 മുതൽ 3 സീറ്റ്, NDA-ക്ക് അവിടെയും സീറ്റൊന്നും ഇല്ല. വയനാട് 2 മുതൽ 3 സീറ്റ് UDF-ന്, LDF-ന് 1 സീറ്റ്, NDA-ക്ക് അവിടെ അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കുന്നില്ല. മലപ്പുറത്ത് 13 മുതൽ 15 സീറ്റാണ് സെമിയോട്ടിക്ക UDF-ന് പ്രവചിക്കുന്നത്. LDF-ന് 1 മുതൽ 3 സീറ്റ്, NDA വീണ്ടും അവിടെ അക്കൗണ്ട് തുറക്കുന്നില്ല. തിരുവനന്തപുരത്ത് UDF-ന് 2 മുതൽ 3 സീറ്റും, LDF-ന് 8 മുതൽ 9 സീറ്റും, NDA-ക്ക് 2 മുതൽ 3 സീറ്റുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. മറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ ഇതുവരെ നടത്തിയിരിക്കുന്ന വിശകലനത്തിനെ അടിസ്ഥാനപ്പെടുത്തി UDF-ന് 5 മുതൽ 6 സീറ്റും, LDF-ന് 11 മുതൽ 12 സീറ്റും, NDA-ക്ക് 1 മുതൽ 2 സീറ്റുമാണ്. എല്ലാം കൂടി കൂട്ടിയിണക്കുമ്പോൾ മൊത്തം UDF-ന് 40 മുതൽ 45 സീറ്റും, LDF-ന് 31 മുതൽ 38 സീറ്റും, NDA-ക്ക് 3 മുതൽ 6 സീറ്റുമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭിക്കുവാൻ സാധ്യതയുള്ളതെന്ന് സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.